ഇന്ന് നമ്മളിത് രാവിലെ തന്നെ നമ്മുടെ ടാറ്റ പഞ്ചുമായിട്ട് പെരിന്തൽമണ്ണ KVR നമ്മൾ പോകുന്നത്. നമ്മളുടെ സെക്കൻഡ് സർവീസ് ടൈമായി. അപ്പോൾ ഏകദേശം 7000 മുതൽ 8000 കിലോമീറ്റർ വരെയാണ് സെക്കൻഡ് സർവീസ് ടൈം പറഞ്ഞിരുന്നത്. ആദ്യത്തെ സർവീസ് വരുന്നത് 1000 to 2000 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം 7614 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 7500 കിലോമീറ്റർ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി സർവീസ് വാണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം സർവീസിൻ്റെ ഒരു സിമ്പല് വന്ന് കിടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 7614 കിലോമീറ്റർ ആയി. ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് റോഡേ പോവാണ്. സ്റ്റിയറിങ് ഒരു സൈഡിലേക്കാണ് ഇരിക്കുന്നത്. ഇതാണ് ആകെയുള്ളൊരു കംപ്ലൈൻറ്റ്. അത് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പക്ഷെ ഇത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കംപ്ലൈൻറ്റ്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ സർവീസിന് പോകുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ആക്സസറി ഉണ്ട്. അത് ഒരു DVR ആണ്. കാരണം DVR മസ്റ്റാണ്. നമ്മൾ 7500-7600 കിലോമീറ്റർ, അതായത് വണ്ടി നമ്മുടെ കൈ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം 55 ദിവസമാണ് ഇന്നേക്ക് ആയിരിക്കുന്നത്. ഈ 55 ദിവസം കൊണ്ടാണ് നമ്മൾ 7614 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. അപ്പോൾ ഈ രീതിക്ക് ഓട്ടം ഉള്ളവർക്ക് എന്തായാലും അവർ നിർബന്ധമായിട്ടും വെച്ചിരിക്കേണ്ട ഒന്നാണ് DVR. കാരണം നമുക്ക് ഈ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ആക്സിഡൻറ്റും കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പോലും അതിനകത്ത് നമ്മളാണ് പ്രതിയായിരിക്കുന്നത്. നമ്മളുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഒരു തെളിവ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ DVR ഉണ്ടായേ മതിയാവുള്ളൂ. അപ്പോൾ DVR നമുക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസറി ആയിട്ട് അവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വാറണ്ടിയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഇതേപോലെ ലോങ് യാത്ര പോകുന്നവരുണ്ടെങ്കിൽ DVR എന്തായാലും വെക്കുക. പിന്നെ DVRൻ്റെയും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ, അതേമാതിരി സെക്കൻഡ് സർവീസിന് എത്ര രൂപ ചിലവ് വന്നു, എന്തൊക്കെയാണ് സെക്കൻഡ് സർവീസിലുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്തായാലും വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഇനിയും വരും വീഡിയോകൾ നമ്മൾ കാണുന്നതാണ്. നമ്മളുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.